പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ്. ജമ്മുവിൽ വീണ്ടും പാക് പ്രകോപനം. ഇന്ത്യൻ വിമാനങ്ങൾ തിരിച്ചടിച്ചു. 3 പാക് വിമാനങ്ങൾ വെടിവെച്ചിട്ടതായ വിവരം. വിശദാംശങ്ങളുമായി KC ഉണ്ണികൃഷ്ണൻ ചേരുന്നു. ഉണ്ണി, ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരങ്ങൾ എങ്ങനെയാണ്? ശക്തമായ തിരിച്ചടി തന്നെയാണ് അതിർത്തിയിൽ. എന്തായാലും ഇന്ത്യ ശക്തമായ തിരിച്ചടി, പാക് പ്രകോപനത്തിന്, പാകിസ്ഥാന്റെ ആക്രമണത്തിന് ശക്തമായ തിരിച്ചടി ഇന്ത്യ നൽകിക്കൊണ്ടിരിക്കുന്നതാണ് അറിയാൻ കഴിയുന്നത്. പാകിസ്ഥാന്റെ ആക്രമണത്തിന് ശക്തമായ പ്രത്യാക്രമണം ഇന്ത്യയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നു. ഇസ്ലാമാബാദിലും ലാഹോറിലും ഇന്ത്യയുടെ പ്രത്യാക്രമണം ഉണ്ടായി എന്നതാണ് ഈ നിമിഷം അറിയാൻ കഴിയുന്ന ഒരു കാര്യം. കൂടാതെ 2 പാക് പൈലറ്റുമാർ ഇന്ത്യയുടെ കസ്റ്റഡിയിലുണ്ടെന്ന വിവരവും പുറത്തു വരുന്നുണ്ട്. കൂടാതെ സംഘർഷം വർദ്ധിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്ന ഒരു പ്രസ്താവന ഇന്ത്യയുടെ ഭാഗത്തുനിന്നുണ്ടായി. അതേസമയം ആക്രമിച്ചാൽ ശക്തമായി തിരിച്ചടിക്കുമെന്നും ഇന്ത്യ വ്യക്തമാക്കിയിരിക്കുന്നു എന്നതാണ് അറിയാൻ കഴിയുന്നത്. എന്തായാലും അതിർത്തി ജില്ലകൾ ലക്ഷ്യമിട്ടാണ് പാകിസ്ഥാന്റെ ഒരു ആക്രമണം ഉണ്ടാകുന്നത്. പാകിസ്ഥാൻ ആക്രമണ ശ്രമം നേരത്തെ ഇന്ത്യ തകർത്തു എന്ന രീതിയിലുള്ള വിശദാംശങ്ങളെല്ലാം തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. 50-ലേറെ പാക് ഡ്രോണുകൾ വെടിവെച്ചിട്ട് കൂടാതെ മിസൈലുകൾ അടക്കം തകർക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായി. എന്തായാലും പാകിസ്ഥാന്റെ ആക്രമണ ശ്രമങ്ങൾക്ക്, പ്രകോപനത്തിന് ശക്തമായ തിരിച്ചടി ഇന്ത്യയുടെ ഭാഗത്തുനിന്നുണ്ടായി. ഇന്ത്യ യുദ്ധവിമാനങ്ങളെല്ലാം തന്നെ കശ്മീരിൽ നിന്ന് പറന്നുയർന്നിരുന്നു. എന്തായാലും ഡ്രോൺ ആക്രമണത്തെ ശക്തമായ രീതിയിൽ തിരിച്ചടിച്ച് അത് ആകാശത്ത് വെച്ച് തന്നെ അത് തകർക്കുന്ന, ആ ശ്രമങ്ങളെ തകർക്കുന്ന ഒരു സമീപനം ഇന്ത്യയുടെ ഭാഗത്തുനിന്നുണ്ടായി. എന്തായാലും ശക്തമായൊരു പ്രതിരോധം ഇന്ത്യ തീർത്തു. എന്തായാലും പാകിസ്ഥാന്റെ എല്ലാ ശ്രമങ്ങളെയും ഇന്ത്യ പൂർണ്ണമായും തകർത്ത് ആ രീതിയിൽ ശക്തമായ തിരിച്ചടിയാണ് നൽകിയിരിക്കുന്നത്. എന്തായാലും സംഘർഷം ലഘൂകരിക്കാൻ ഉള്ള നടപടി ഉണ്ടാകുന്നു എന്നതും ഒരു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. എന്തായാലും അമേരിക്ക ഇടപെട്ടിരിക്കുന്നു എന്നതാണ് എടുത്തു പറയേണ്ട കാര്യം. എന്തായാലും അമേരിക്ക ഒരു മധ്യസ്ഥ ശ്രമങ്ങൾക്കെല്ലാം തന്നെ അമേരിക്ക ശ്രമിക്കുന്നു എന്നതും കാണാൻ കഴിയുന്നുണ്ട്. കൂടാതെ ഈ വ്യോമ പ്രതിരോധ സംവിധാനം വഴി ലക്ഷ്യമിട്ടുള്ള ഒരു ആക്രമണ ശ്രമങ്ങളെല്ലാം തന്നെ ഇന്ത്യ തകർത്തിരിക്കുന്നു. ഇന്ത്യ ആ ആക്രമണം തിരിച്ചടിച്ചു കൊണ്ടുകൊണ്ട് ആ ശ്രമങ്ങളെല്ലാം തന്നെ നിഷ്ഫലമാക്കിയിരിക്കുന്നു എന്നതാണ് പറയേണ്ട ഒരു കാര്യം. കൂടാതെ നിർണായകമായ ചർച്ചകൾ, കൂടിക്കാഴ്ചകളെല്ലാം തന്നെ രാജ്യതലസ്ഥാനത്ത് നടന്നിരുന്നു. പ്രതിരോധ മന്ത്രി സാഹചര്യം നിരീക്ഷിക്കുന്നുണ്ട്. രാജ്നാഥ് സിംഗ് സേനാ മേധാവിമാരുമായി കൂടിക്കാഴ്ച നടത്തുന്നു. ആ രീതിയിൽ എല്ലാ സാഹചര്യങ്ങളും വിലയിരുത്തിക്കൊണ്ട് തന്നെയാണ് പ്രതിരോധ മന്ത്രിയും പ്രധാനമന്ത്രിയും ഉള്ളത്. ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച കണ്ടിരുന്നു, സാഹചര്യം വിലയിരുത്തിയിരുന്നു. എന്തായാലും സംഘർഷം വർദ്ധിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ലെന്നതാണ് ഇന്ത്യ വ്യക്തമാക്കിയിരിക്കുന്നത്. കൂടാതെ പാക് നഗരങ്ങളിൽ, പ്രധാനപ്പെട്ട പാക് നഗരങ്ങളിൽ ശക്തമായൊരു തിരിച്ചടി ഇന്ത്യയുടെ ഭാഗത്തുനിന്നുണ്ടായി. ലാഹോറിലടക്കം, ഇസ്ലാമാബാദിലും ലാഹോറിലും അടക്കം ഇന്ത്യയുടെ പ്രത്യാക്രമണം ഉണ്ടായെന്നതാണ് ഈ നിമിഷത്തിൽ വരുന്ന ഏറ്റവും പ്രധാനമായും പറയുന്നൊരു കാര്യം. എന്തായാലും ശക്തമായ തിരിച്ചടി ഇന്ത്യയുടെ ഭാഗത്തുനിന്നുണ്ടായി. ഇന്ത്യ ശക്തമായി തന്നെ തിരിച്ചടിക്കുന്നു. കൂടാതെ 2 പാക് പൈലറ്റുമാർ, യുദ്ധവിമാനത്തിന്റെ പൈലറ്റുമാർ കസ്റ്റഡിയിലുണ്ട് എന്ന വിവരം കൂടി പുറത്തു വരുന്നുണ്ട്. എന്തായാലും ശക്തമായ മുന്നറിയിപ്പ് നൽകിയിരുന്നു, ശക്തമായ ജാഗ്രതാ നിർദ്ദേശം ഇന്ത്യയുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. ഇന്ത്യ കശ്മീരിൽ ബ്ലാക്ക് ഔട്ട്, അതോടൊപ്പം തന്നെ വൈദ്യുതി ഓഫ് ചെയ്യണം, കൂടാതെ ലൈറ്റ് ഓഫ് ചെയ്യണം എന്നാണ് നിർദ്ദേശം നൽകിയിരുന്നു. കൂടാതെ ഇന്റർനെറ്റ് പൂർണ്ണമായും വിച്ഛേദിക്കുന്ന ഒരു സാഹചര്യം. ധരംശാലയിലെ IPL മത്സരം അത് ഉപേക്ഷിക്കുന്നു, കാണികളോട് വേഗത്തിൽ മടങ്ങാൻ നിർദ്ദേശം നൽകുന്നു. എന്തായാലും അതിർത്തി ജില്ലകൾ കേന്ദ്രീകരിച്ചാണ് പാകിസ്ഥാന്റെ ആക്രമണ ശ്രമം ഉണ്ടായത്. ആകാശത്ത് വെച്ച് തന്നെ ആ ശ്രമങ്ങളെല്ലാം തന്നെ നിഷ്ഫലമാക്കുന്നു, അല്ലെങ്കിൽ അത് പൂർണ്ണമായും തടുക്കാൻ ഇന്ത്യക്ക് കഴിഞ്ഞു എന്നതാണ്. അതോടൊപ്പം തന്നെ ശക്തമായ തിരിച്ചടി പാകിസ്ഥാന് നൽകാനും ഇന്ത്യക്ക് കഴിഞ്ഞു എന്നതാണ് പറയേണ്ട ഒരു കാര്യം. കൂടാതെ ജയ്സാൽമീറിലും പൊക്രാനിലും പാക് കില്ലർ ഡ്രോണുകളെല്ലാം തന്നെ വന്നു, അതെല്ലാം തന്നെ തകർക്കുന്ന ഒരു രീതി. കൂടാതെ ആദംപൂർ എയർബേസിന് നേരെയും ഒരു ആക്രമണ ശ്രമം ഉണ്ടാകുന്നു. അതിൽ ശക്തമായി തിരിച്ചടി ഇന്ത്യൻ സൈന്യം നൽകിയെന്നതാണ് പറയേണ്ട ഒരു കാര്യം. കൂടാതെ ലാഹോറിലടക്കം പ്രധാനപ്പെട്ട പാക് നഗരങ്ങൾ കേന്ദ്രീകരിച്ച് ശക്തമായ ആക്രമണം ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമെന്നതാണ് ഇപ്പോൾ കാണാൻ കഴിയുന്ന ഒരു കാര്യം. എന്തായാലും ശക്തമായി തിരിച്ചടി നൽകുന്ന പാകിസ്ഥാന്റെ എല്ലാ ശ്രമങ്ങളെയും പൂർണ്ണമായും തള്ളിക്കൊണ്ട് ശക്തമായി തന്നെ തിരിച്ചടിക്കുകയാണ് ഇന്ത്യ. എന്തായാലും പാകിസ്ഥാൻ പ്രധാന നഗരങ്ങൾ ഇസ്ലാമാബാദും അതോടൊപ്പം തന്നെ ലാഹോറും കേന്ദ്രീകരിച്ച് ശക്തമായ തിരിച്ചടി നൽകുകയാണ് ഇന്ത്യ. വൃന്ദ, ശരി, ഉണ്ണിയാണ് വിവരങ്ങൾ പങ്കുവച്ചത്.